Hi friends, welcome to Lal Brothers Media. നമ്മൾ ഈ വീഡിയോയിൽ ഒരു ക്വിക്ക് റിവിഷൻ ആണ്. എല്ലാ ചാപ്റ്ററും പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ ഇത്രയും നോക്കുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നാളെ എക്സാം എഴുതേണ്ടത്. അപ്പോൾ നോക്കിക്കാം. ഫസ്റ്റ് സെക്കൻഡ് ടെസ്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? നമുക്ക് അറിയേണ്ടത് ഫസ്റ്റ് ഡിഫോമിംഗ് ഫോഴ്സ്. ഡിഫോമിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഷേപ്പിനെയോ സൈസിനെയോ ചേഞ്ച് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഡിഫോമിംഗ് ഫോഴ്സ്. ഇനി റീസ്റ്റോറിംഗ് ഫോഴ്സ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ആ ഒറിജിനൽ ഷേപ്പും സൈസും റീഗെയിൻ ചെയ്യുന്ന ഫോഴ്സ് ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ചേഞ്ച് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? ഡിഫോമിങ്ങും അത് തിരിച്ചെടുക്കുന്ന ഫോഴ്സ്, തിരിച്ച് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തിക്കുന്ന ഫോഴ്സ് ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഇത് രണ്ടും ഈക്വൽ ആണ്. ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ ഒരു ബോഡിക്ക് അതിന്റെ ഒറിജിനൽ സൈസും ഷേപ്പും റീഗെയിൻ ചെയ്യാൻ സാധിച്ചാൽ അത് നമ്മൾ എന്താ പറയും? ഇലാസ്റ്റിക് ബോഡി എന്ന് പറയും. പിന്നെ ഉള്ളത് സ്ട്രെസ്. സ്ട്രെസ് പഠിക്കേണ്ടത് എന്റെ ഫോർമുല പഠിക്കണം. ഫോർമുല എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. യൂണിറ്റ് ml(T⁻²-2). ഇവിടെ ഡയമെൻഷൻ N(m)(2) എന്നുണ്ട്, പാസ്കൽ എന്നുണ്ട്. ഇനി സ്ട്രെസ് മൂന്നെണ്ണത്തിരിക്കും. നിങ്ങൾക്ക് അറിയാം, ലീനിയർ സ്ട്രെസ്, ബൾക്ക് സ്ട്രെസ്, ഷിയറിംഗ്. ലെങ്ത് വ്യത്യാസം വന്നാൽ ലീനിയർ, വോളിയമാണ് വ്യത്യാസം വരുന്നതെങ്കിൽ ബൾക്ക് സ്ട്രെസ്, ഷേപ്പാണ് മാറ്റം വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയും. ഇനി സ്ട്രെയിൻ. സ്ട്രെയിന്റെ ജനറൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. സ്ട്രെസ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അത് മൂന്നാണ്ടിരിക്കും. ലീനിയർ ചേഞ്ച് ഇൻ ലെന്ത് ബൈ ഒറിജിനൽ ലെന്ത്. ബൾക്ക് ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. അടുത്ത ഷിയറിംഗ് സ്ട്രെയിൻ. ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ ഷേപ്പ് വ്യത്യാസം വന്നാൽ അതിന് ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയും. ഷിയറിംഗ് സ്ട്രെയിൻ കാണുന്നത് ആംഗിൾ ആയിട്ടാണ് കാണുന്നത്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ബോക്സ് എടുത്തു, ഇവിടെ ഫിക്സ്ഡ് ആണ്, എവിടെ നിന്ന് ഒരു ഫോഴ്സ് കൊടുത്തു, എഫ് എന്നൊരു ഫോഴ്സ് കൊടുത്തു. അതിന്റെ ഫലമായിട്ട് ഇതിന്റെ മുകളിലത്തെ അപ്പർ പോർഷൻ മാത്രമേ അല്പം മൂവ് ചെയ്തു. ഇവിടെ എത്തുന്ന വെച്ചോ, ഇവിടെ ഈ പോയിന്റ് ഇവിടെ എത്തി. ഇതാണ് എക്സ് എന്ന് പറഞ്ഞ ഡിഫ്ലക്ഷൻ, ഇതാണ് എൽ എന്ന് പറഞ്ഞ ഒരു സൈഡാണ് എൽ എന്ന് പറഞ്ഞ. ഈ ആംഗിൾ ആണ് തീറ്റ, ആംഗിൾ ഓഫ് ഷിയർ. തീറ്റ എങ്ങനെ കാണും? x/L. അതാണ് ഇവിടെ ആയിട്ടുള്ള x/L. ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതി. ഇനി സ്ട്രെയിൻ എന്തില്ല? യൂണിറ്റോ ഡയമെൻഷനോ ഇല്ല. അടുത്ത വരുന്ന പറഞ്ഞാൽ ഹൂക്സ് ലാ. ഇമ്പോർട്ടന്റ് ആണ്. ഹൂക്സ് ലാ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കണം. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അവിടെ വരുന്ന കോൺസ്റ്റന്റ് ആണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അത് നമ്മൾ എന്ത് ചെയ്യും? മൂന്നായിരിക്കും. ഒന്ന് യങ്സ് മോഡുലസ്. ആ ഇക്വേഷൻ കാണാൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. y is equal to FL/A delta L. F ഫോഴ്സ്, L ഒറിജിനൽ ലെന്ത്, A ഏരിയ, ഡെൽറ്റ ചേഞ്ച് ഇൻ ലെന്ത്. ഇനി എഫിന്റെ കേസിൽ മിക്കവാറും mg ആണ് വരുന്നത്. നമ്മൾ ഒന്നിൽ ഫോഴ്സ് ഡയറക്റ്റ് വന്നിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വയർ എന്ന് പറഞ്ഞു മാസ് വന്നിരിക്കും. മാസ് വന്നിരിക്കും. എങ്ങനെ കാണുന്ന എഫ് എന്ന് പറഞ്ഞാൽ mg ആണ്, m×g. ഇനി ബൾക്ക് മോഡുലസ് ബി എങ്ങനെ കാണും? -PV/ΔV. പി എന്ന് പറഞ്ഞാൽ പ്രഷർ, വി ഒറിജിനൽ വോളിയം, ഡെൽറ്റ വി എന്താണ്? ചേഞ്ച് വോളിയം. ഈ മൈനസ് വരുന്നത് പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയ ഒരു മൈനസ് ആണ് വരുന്നത്. അതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ടതാണ് കംപ്രസബിലിറ്റി എന്നുള്ളത്. ഇറ്റ് ഇസ് എ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കൽ ആണ് കംപ്രസബിലിറ്റി എന്ന് പറഞ്ഞത്. പിന്നെ ഷിയർ മോഡുലസ് കെ, റിജിഡിറ്റി മോഡുലസ് എന്ന് പറയും. അത് കാണുന്നത് F/A തീറ്റ. ജസ്റ്റ് ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ മോഡുലസ് ഇലാസ്റ്റിറ്റിയില് യൂണിറ്റും ഡയമെൻഷനും സ്ട്രെസ്സിന് സെയിം ആണ്. അതായത് N(m)(2) അല്ലെങ്കിൽ പാസ്കൽ ആണ് യൂണിറ്റ്. ഡയമെൻഷൻ എന്താണ്? ml(T⁻²-2). ഇനി അവിടെ അറിയുന്ന രണ്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് നേച്ചർ ഓഫ് മെറ്റീരിയൽ ആണ്. നേച്ചർ മാറിയ മോഡുലസ് ഇലാസ്റ്റിറ്റി മാറാം. പിന്നെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അടുത്ത പോയിന്റാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ലെങ്ത്, വോളിയം, ഷേപ്പ്. അതായത് ഒരു ബോഡിയുടെ ഡയമെൻഷൻസിനെ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ലെങ്ത്, വോളിയം, ഷേപ്പ് ഇതിനൊന്നും എന്തില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അടുത്ത ഈ ചാപ്റ്ററിലെ ഏറ്റവും ടോപ്പ് ക്വസ്റ്റ്യൻ ആണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. ഇതിവിടെ സ്ട്രെസ്, ഇവിടെ സ്ട്രെയിൻ ആണ്. അത് പഠിക്കേണ്ട പോയിന്റുകളാണ് വരുന്നത്. ഫസ്റ്റ് പോയിന്റ് എ എന്നാണ്, പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്.
അതായത് എ വരെയാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഓ എന്ന് കൊടുക്കാം. എ വരെ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുകൊണ്ട് എ പറഞ്ഞ പേര് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. അടുത്ത ബി, ഇവിടെ ചെറിയൊരു കർവേച്ചർ ഉണ്ട്. ബി വരെ ആ ബോഡി ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കും. അതുകൊണ്ട് ബി എ പറഞ്ഞ പേര് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് കാണിക്കും, അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ് എന്ന് കാണിക്കും. പിന്നെ സി വേണ്ട, തൊട്ടടുത്തുള്ള ഡി എന്ന പോയിന്റ് അതാണ് മാക്സിമം സ്ട്രെസ്, അൾട്ടിമേറ്റ് സ്ട്രെസ്. അതുപോലെ ഇ എന്ന പോയിന്റ് ബ്രേക്കിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രാക്ചർ പോയിന്റ്. ഇത്രയും പേര് പഠിച്ചു വയ്ക്കുക. പിന്നെ ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഒ മുതൽ ബി വരെ ഇലാസ്റ്റിക് റീജിയൻ ആണ്, ബി മുതൽ ഇ വരെ പ്ലാസ്റ്റിക് റീജിയൻ ആണ്. ഒപ്പത്തിന് ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് രണ്ട് പോയിന്റ് അൾട്ടിമേറ്റ് പോയിന്റ് ഡിയും ഇയും അത് രണ്ട് വളരെ ക്ലോസ് ആണെങ്കിൽ ആ സബ്സ്റ്റൻസ് ബ്രിട്ടിലായിരിക്കും. വളരെ ദൂരെയാണ് ഇരിക്കുന്നെങ്കിൽ അത് ഡക്റ്റൈൽ ആയിരിക്കും. അത് എക്സാമിന് ചോദിച്ചുള്ളതാണ്. പിന്നെ ഉള്ളത് ക്വസ്റ്റ്യൻസ് വരുന്നത് ഒന്ന്, ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ ഈസ് മോർ ദാൻ റബ്ബർ. വൈ? സ്റ്റീലിനാണ് ഇലാസ്റ്റിസിറ്റി റബ്ബറിനേക്കാൾ കൂടുതൽ. റീസൺ എന്താണ്? സ്റ്റീലിന് യങ്സ് മോഡുലസ് കൂടുതലാണ്. റീസൺ സ്റ്റീലിന് യങ്സ് മോഡുലസ് കൂടുതലാണ്. ഇവിടെ റോപ്പ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് നമ്പർ ഓഫ് തിൻ വയേഴ്സ് ബ്രൈഡഡ് ടുഗദർ. അതായത് നമ്മൾ റോപ്പില് വയേഴ്സ് ഉപയോഗിക്കുന്നത്, അവിടെ ഉപയോഗിക്കുന്ന ഒറ്റ വയറല്ല ഉപയോഗിക്കുന്നത്, ഒരു വലിയ തിക്നെസ് കൂടിയ വയറല്ല ഉപയോഗിക്കുന്നത്, പകരം ചെറിയ ചെറിയ വയേഴ്സ് കൂട്ടിക്കെട്ടിയാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവിടെ റീസൺ ഉണ്ട്. ടു ഇൻക്രീസ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്ട്രെങ്ത്. ടു ഇൻക്രീസ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്ട്രെങ്ത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഐ സെക്ഷൻ ബീമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ബ്രിഡ്ജിന്റെ ഒക്കെ ബീമായിട്ട് ഐ ഷേപ്ഡ് ബീമാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്? ഇതാണ് ബീമിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞ ഐ സെക്ഷൻ ഗിർഡേഴ്സ് എന്ന് ഐ സെക്ഷൻ ബീം എന്ന് പറയും. ഐ ഷേപ്പിലുള്ള ബീംസ് ഉപയോഗിക്കുന്നത്. എന്താ റീസൺ എന്ന് പറഞ്ഞാൽ? റീസൺ എന്ന് പറഞ്ഞാൽ ഐ സെക്ഷൻ ബീമിന്റെ പ്രത്യേകത ഒന്ന്, ലാർജ് ലോഡ് ബിയറിംഗ് സർഫസ് ഉണ്ട്. ലാർജ് ലോഡ് ബിയറിംഗ് സർഫസ് ഉള്ളത് കൊണ്ട് ബക്ലിംഗ് തടയാൻ സാധിക്കും. രണ്ട്, തിക്നെസ് വളരെ കൂടുതലായതുകൊണ്ട് ബെൻഡിങ് തടയാൻ സാധിക്കും. സാധാരണ ബ്രിഡ്ജിലുള്ള രണ്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന്, ബ്രിഡ്ജ് എന്തെങ്കിലും വളയും, അതാണ് ബെൻഡിങ് എന്ന് പറഞ്ഞത്. രണ്ടാമത്തേത് അതിന് കൊടുക്കുന്ന താങ്, അതായത് അതിന് കൊടുക്കുന്ന ബീം എന്തെങ്കിലും വളയും, അതിനെ ബക്ലിംഗ് എന്ന് പറയും. ബ്രിഡ്ജ് വളയുന്നത് ബെൻഡിങ്, ബീം വളയുന്നത് ബക്ലിംഗ്. ഇത് രണ്ടും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഐ സെക്ഷൻ ബീം ഉപയോഗിക്കുന്നത്. ബക്ലിംഗ് ഇങ്ങനെ പ്രിവെന്റ് ചെയ്യുന്നത്, അതിന് നമ്മുടെ ഐ സെക്ഷൻ ബീമിന് ലാർജ് ലോഡ് ബിയറിംഗ് സർഫസ് ഉണ്ട്. ഇനി ബെൻഡിങ് എങ്ങനെ പ്രിവെന്റ് ചെയ്യുന്നത്? അതിന്റെ തിക്നെസ് വളരെ കൂടുതലാണ്. നമ്മുടെ ബീംസ് തിക്നെസ് കൂടുതലായതുകൊണ്ട് നമുക്ക് ബെൻഡിങ് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പോയ്സൺസ് റേഷ്യോ. എന്താണ് പോയ്സൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതി. ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിൻ. നമുക്ക് നമ്മളൊരു വയർ വലിച്ച് നീട്ടുമ്പം രണ്ട് രീതിയിലാണ് സ്ട്രെയിൻ സംഭവിക്കുന്നത്. നമ്മളതിൽ ഒന്നേ പഠിക്കുന്നുള്ളൂ. ഒന്നതിന് ലെന്ത് കൂടും, അതാണ് എന്താ പറയുന്ന ലീനിയർ സ്ട്രെയിൻ. ലെന്ത് കൂടുന്നതനുസരിച്ച് അതിന്റെ തിക്നെസ് കുറയും. ആ തിക്നെസ് കുറയുന്നതാണ് ലാറ്ററൽ സ്ട്രെയിൻ. അപ്പൊ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിൻ പറഞ്ഞ പേരാണ് പോയ്സൺസ് റേഷ്യോ. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞു. ഇത്രയും പോയിന്റ് എങ്കിൽ നിങ്ങൾ നോക്കിക്കൊണ്ട് പോവാ, എളുപ്പമാണ്. നമ്മള് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് അന്ന് പെട്ടെന്ന് പറയാം, ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമ്മൾ ഏകദേശം എല്ലാ ടോപ്പിക്കും പറഞ്ഞു പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് ഗേജ് പ്രഷർ, പി മൈനസ് പി എ. പി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പ്രഷർ, പി എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ. ഇത് രണ്ടും ഡിഫറൻസിനെ പറയുന്ന പേരാണ് ഹെച്ച്റോജ്. ഹെച്ച്റോജ് ഫ്ലൂയിഡ് പ്രഷർ എന്നും പറയും കേട്ടോ. ഗേജ് പ്രഷർ പ്രോബ്ലത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. ഇനി ഡെപ്ത് കൂടിയാൽ പ്രഷർ കൂടും, അതേ സമയത്ത് ഹൈറ്റ് കൂടിയാൽ പ്രഷർ കുറയും. ഓർത്തിരിക്കുക, ഡെപ്ത് കൂടിയാൽ പ്രഷർ കൂടും, ഹൈറ്റ് കൂടിയാൽ പ്രഷർ കുറയും. പിന്നെ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്താണ്? പടം തന്നിട്ട് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് ചോദിക്കും. ഇതാണ്, അതായത് നമ്മൾ 3 വെസൽ എടുക്കുന്നു, 3 ഡിഫറെന്റ് ഷേപ്പാണ്. ഇവിടെ അല്പം ചരിഞ്ഞായിരിക്കുന്നത്, ഇവിടെ കർവ്ഡ് ആണ്, ഇവിടെ സ്ട്രൈറ്റ് ആണ്. ഞാൻ 3 പരസ്പരം ഇന്റർ കണക്ട് ചെയ്തു. എന്നിട്ട് ഒരു സൈഡിൽ കൂടി നമ്മൾ ഒരു ലിക്വിഡ് ഫില്ല് ചെയ്യുന്നു. നമുക്ക് കാണാൻ സാധിച്ചത് എല്ലാ വെസലിലെയും വാട്ടർ ലെവൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് പ്രഷർ സെയിം ആയതുകൊണ്ടാണ്, ഹൈറ്റ് സെയിം ആയതുകൊണ്ടാണ് ഈ 3 വെസലിലെയും പ്രഷർ സെയിം ആയത്.
അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹൈറ്റിനെ മാത്രമാണ്, അതല്ലാതെ വെസലിന്റെ ഷേപ്പിനെ അല്ല. അതിനപ്പുറത്തെ പേരാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. പാസ്കൽസ് ലോ പറഞ്ഞ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഫ്ലൂയിഡ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമ്മളൊരു പോയിന്റിൽ കൊടുക്കുന്ന ടോട്ടൽ പ്രഷർ എല്ലാ പോയിന്റിലോട്ടും ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഡെന്റിസ്റ്റ് ചെയർ, ഹൈഡ്രോളിക് ജാക്ക്. അതെന്തെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഈ ഹൈഡ്രോളിക് ലിഫ്റ്റില് ഒരു പടം ഉണ്ട്, ആ പടം ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് ആ പടം എന്ന് പറഞ്ഞത്. അവിടെ 2 സിലിണ്ടർ ഉണ്ട്, ഒന്നിന് ഏരിയ കുറവായിരിക്കും, മറ്റൊരു ഏരിയ കൂടുതലായിരിക്കും. ആ ഏരിയ കൂടിയ സ്ഥലത്താണ് നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആണോ ലിഫ്റ്റ് ചെയ്യേണ്ടത്. ഹൈഡ്രോ ലിഫ്റ്റ് ഉപയോഗിക്കുന്നത് ഹെവി ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിന് ലിഫ്റ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് ഏതാണോ അത് പ്ലേസ് ചെയ്യുന്നത് ഏരിയ കൂടിയ സ്ഥലത്താണ്. എക്സാമിന്റെ പടം തന്നിട്ട് ആ പടത്തിൽ ഏതെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിക്കും. തെറ്റ് വരാൻ ചാൻസ് ഉള്ളത് മാത്രമേ ഉള്ളൂ. ഏരിയ കുറഞ്ഞ സ്ഥലത്താണ് കാർ വെക്കുന്നതെങ്കിൽ തെറ്റാണ്. ഏരിയ കൂടിയ സ്ഥലത്താണ് കാർ പ്ലേസ് ചെയ്യേണ്ടത്. അവിടുത്തെ ഒരു കുഞ്ഞു ഡെറിവേഷൻ നോക്കി വെക്കുക. ഫൈനൽ ഇക്വേഷൻ ഇതാണ്, F2 = F1 × A2/A1. ഇതെല്ലാം 1, ഇതെല്ലാം 2. അടുത്ത സ്റ്റഡി ഫ്ലോ എന്നാണ്. നമ്മൾ ഏതൊരു പോയിന്റ് എടുത്താലും അവിടുത്തെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനെന്ത് പറയും? സ്റ്റഡി ഫ്ലോ എന്ന് പറയും. കോൺസ്റ്റന്റ് അല്ല എങ്കിൽ, റാൻഡം തോന്നും പോലെയാണ് പോകുന്നതെങ്കിൽ, ഡിഫറെന്റ് വെലോസിറ്റി ആണെങ്കിൽ ടർബുലന്റ് ഫ്ലോ എന്ന് പറയും. ഇനി ക്രിട്ടിക്കൽ വെലോസിറ്റി, ഇതൊരു വെലോസിറ്റിയാണ്. ഈ വെലോസിറ്റിക്ക് താഴെ ഫ്ലോ സ്റ്റഡി ഫ്ലോ ആയിരിക്കും. ഈ വെലോസിറ്റിക്ക് മുകളിൽ ഫ്ലോ ക്രിട്ടിക്കൽ, ഈ വെലോസിറ്റിക്ക് മുകളിൽ ഫ്ലോ ടർബുലന്റ് ആയിരിക്കും. ഇതൊരു ഫ്ലോ ആണ്. അതിന് താഴെ എന്താണ്? സ്റ്റഡി ഫ്ലോയും, അതിന് മുകളിൽ എന്താണ്? ടർബുലന്റ്. അത് കാണാൻ ഫോമുല ഓർത്തിരിക്കണം. പ്രോബ്ലം ചോദിച്ചുകൊണ്ട് R/ρ/d. ആറിന് പറഞ്ഞ പേര് റെനോൾഡ്സ് നമ്പർ. R കോൺസ്റ്റന്റ് റെനോൾഡ്സ് നമ്പർ. ഈറ്റ എന്ന് പറഞ്ഞ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, റോ എന്ന് പറഞ്ഞ ഡെൻസിറ്റി, ഡി എന്ന് പറഞ്ഞ പൈപ്പിന്റെ ഡയമീറ്റർ, ആ വാട്ടറിലെ ലിക്വിഡ് കടന്നു പോകുന്ന ട്യൂബിന്റെ ഡയമീറ്റർ. ഇനി എന്താ റെനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞത്? റെനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഡയമെൻഷൻലെസ് നമ്പറാണ്, ഒരു നമ്പറാണ്. ഈ നമ്പർ വെച്ച് ഈ നമ്പർ നോക്കി നമുക്ക് പറയാൻ പറ്റും ഈ ഫ്ലോ സ്റ്റഡി ആണോ അല്ല ടർബുലന്റ് ആണോ എന്ന് ഈ നമ്പർ നോക്കി നമുക്ക് പറയാൻ പറ്റും. അതായത് ഇതിന്റെ വാല്യൂ 1000 കുറവാണെങ്കിൽ, ലെസ് ദാൻ 1000 ആണെങ്കിൽ സ്റ്റഡി ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 2000 ആണെങ്കിൽ ടർബുലന്റ് ആയിരിക്കും. പക്ഷേ ഈ 1000നും 2000 ഇടയിലും അൺപ്രഡിക്റ്റബിൾ ആണ്, അൺസർട്ടൻ ആണ്. നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എന്തായിരിക്കും അത് സ്റ്റഡി ആയിരിക്കാം, ചിലപ്പോൾ എന്തായിരിക്കും അത് ടർബുലന്റ് ആയിരിക്കാം. ഇക്വേഷൻ കണ്ടിന്യൂറ്റി എല്ലാം വിട്ടുവന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ എക്സാമിന് ചോദിച്ചുകൊണ്ട് ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. 3 മാർക്കും ചോദിക്കും ഡെറിവേഷൻ ചോദിച്ചാൽ. ആ ഡെറിവേഷൻ പഠിച്ചിരിക്കണം. A1 V1 = A2 V2. ആ ഇക്വേഷൻ കണ്ടിട്ട് പറയുന്നത് ഏരിയയും വെലോസിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഏരിയ കൂടെയാണെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ബെർണോളിസ് തിയറം ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നതാണ് ബെർണോളിസ് തിയറം എന്ന് പറഞ്ഞ സ്റ്റേറ്റ് വിളിച്ചു ചോദിക്കുക. ഏതൊരു പോയിന്റിലും ടോട്ടൽ എനർജി പെർ വോളിയം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. മിക്ക നമ്മള് പ്രൂഫ് അടിച്ചിട്ടുള്ള ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രൂഫ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ആപ്ലിക്കേഷൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കൊണ്ട് പോകട്ടെ. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഈ ചാപ്റ്റർ മൊത്തം 7 മുതൽ 8 മാർക്കും ചോദിക്കും. വലിയ ചാപ്റ്റർ ആണ്. അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് P എന്ന് പറഞ്ഞാൽ പ്രഷർ എനർജി പ്ലസ് ½ ρv², ഇത് കൈനറ്റിക് എനർജി, പ്ലസ് ρgh പൊട്ടൻഷ്യൽ എനർജി. എല്ലാത്തിന്റെ സം എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ആപ്ലിക്കേഷൻസ് അറ്റോമൈസർ, എയറോഫോയിൽ, മാഗ്നസ് എഫക്ട്, ഷേപ്പ് ഓഫ് ബുള്ളറ്റ്. അറ്റോമൈസർ നോക്കുക, ഇത് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ബെർണോളിസ് തിയറം ഇൻഡയറക്ട്ലി ഒരു കാര്യം പറയുന്നുണ്ട്. പ്രഷറും വെലോസിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് പ്രഷർ കൂടിയിരിക്കുകയാണെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. ഇത് വെച്ചാണ് ഇതെല്ലാം എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിന്റെ എല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നോക്കണം. ഇവിടെ ഷേപ്പ് ഓഫ് ബുള്ളറ്റ്, അതായത് ബുള്ളറ്റിന്റെ ഷേപ്പ് സിലിണ്ട്രിക്കലാണ്. എന്തുകൊണ്ട്? കാരണം എന്ന് പറഞ്ഞാൽ സ്പെറിക്കൽ അല്ല. കാരണം എന്താ? സ്പിയർ മാഗ്നസ് എഫക്റ്റ് കാണിക്കുന്നു. മാഗ്നസ് എഫക്റ്റ് കാണിച്ചാൽ നമ്മുടെ ബുള്ളറ്റ് സ്പിൻ ചെയ്താൽ അതിന്റെ പാത്ത് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കില്ല, പാത്ത് എന്തെങ്കിലും കർവ്ഡ് ആവും. അതാണ് മാഗ്നസ് എഫക്റ്റ് എന്ന് പറഞ്ഞത്. പക്ഷെ സിലിണ്ട്രിക്കൽ ഷേപ്പ് എന്ത് കാണിക്കുന്നില്ല? മാഗ്നസ് എഫക്റ്റ് കാണിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ബുള്ളറ്റ് സിലിണ്ട്രിക്കൽ ഷേപ്പ് ഉള്ളത്? സിലിണ്ട്രിക്കൽ ഷേപ്പ് എന്ത് കാണിക്കുന്നില്ല? മാഗ്നസ് എഫക്റ്റ് കാണിക്കുന്നില്ല. പിന്നെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, പിന്നെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോം ഒക്കെ ഉണ്ടാകുമ്പോൾ കാറ്റടിക്കുമ്പോൾ റൂഫ്, ഇതൊരു റൂഫാണ്, റൂഫ്, ഈ റൂഫ് നമ്മൾ മുകളിൽ കാറ്റിരുന്നത്, ഈ റൂഫ് അതുകൊണ്ട് മുകളിലോട്ട് റൈസ് ആവുന്നു. എന്തുകൊണ്ട്?
സ്റ്റോമൊക്കെ ഉണ്ടാകുമ്പോൾ വിൻഡ് സ്റ്റോം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? റൂഫ് മുകളിലോട്ട് റൈസ് ആവുന്നു. വേറെ ഡാമേജ് സംഭവിക്കില്ല, ജസ്റ്റ് റൈസ് ആവും, പിന്നെ വീണ്ടും വന്നോടെ ഇരിക്കും. എന്താ റൈസ് എന്ന് പറഞ്ഞാൽ ബെർണോളിസ് തിയറം. ഏത് പ്രിൻസിപ്പിൾ നോക്കി? ബെർണോളിസ് തിയറം. കാരണം എന്താ? ഇത് ആ ഷീറ്റ് വെച്ചോ, റൂഫ് വെച്ചോ, കാറ്റിങ്ങനെ പോകുന്നു. കാറ്റിങ്ങനെ പോകുമ്പോൾ എന്താണ്? ഇവിടെ വെലോസിറ്റി കൂടുതൽ, എയർ മൂവ് ചെയ്യില്ലേ, അപ്പൊ എയറിന്റെ വെലോസിറ്റി കൂടുതൽ. ഇവിടെ എന്ത് കുറവാണ്? പ്രഷർ കുറവ്. അപ്പൊ മുകളിൽ പ്രഷർ കുറവാണ്. ഇത് താഴെ മുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ വെലോസിറ്റി എന്താണ്? കുറവാണ്. താഴത്തെ പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ബൈ ബെർണോളിസ് തിയറം. ഇവിടെ പ്രഷർ കൂടുതലാണ്, ഇവിടുത്തെ പ്രഷർ, താഴത്തെ പ്രഷർ അങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്, മുകളിലോട്ടല്ല ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? മുകളിലോട്ട് എന്ത് ചെയ്യുന്നത്? റൈസ് ആവുന്നു. അതുപോലെ രണ്ട് ബോളിങ് പ്ലേസിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇടയിൽ കൂടെ കാറ്റ് വീശുകയാണ്, വിൻഡ് പോകുന്നു. ഈ ബോൾ എങ്ങോട്ട് മൂവ് ചെയ്യും എന്ന് ചോദിക്കും. ഏത് പ്രിൻസിപ്പിൾ ആണെന്ന് ചോദിക്കും. അപ്പൊ ഇടയിൽ കൂടെ അല്ലേ കാറ്റ് പോകുന്നത്. അപ്പൊ ഈ ഇടയ്ക്കുള്ള വെലോസിറ്റി എന്താണ്? കൂടി. ഇവിടുത്തെ പ്രഷർ എന്ത്? കുറവ്. അപ്പൊ ഇടയ്ക്ക് പ്രഷർ കുറവാണ്. ഇനി രണ്ട് സൈഡ് നോക്കിയാണ്. ഇവിടെ വെലോസിറ്റി കുറവല്ലേ, താരതമ്യേന ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ വെലോസിറ്റി കുറവ്, ഇവിടെയും വെലോസിറ്റി കുറവ്. അപ്പൊ ഈ രണ്ട് സൈഡ് എന്ത് കൂടുതലാ? പ്രഷർ കൂടുതൽ. അപ്പൊ ഇവിടെ പ്രഷർ കൂടുതൽ, ഇവിടെയും പ്രഷർ കൂടുതൽ. അപ്പൊ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യും? അടുത്തോട്ട് വരും. അട്രാക്റ്റീവ്, അടുത്തോട്ട് വരുന്നു. ഏത് തിയറം? ബെർണോളിസ് തിയറം. അത്രേ ഉള്ളൂ. പിന്നെ അത് വരുന്നത് വെഞ്ചുറി മീറ്റർ. ഡെഫിനിഷൻ ഉണ്ട്. വെഞ്ചുറി മീറ്റർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫ്ലോ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ലിക്വിഡിന്റെ റേറ്റ് ഓഫ് ഫ്ലോ കാണാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഒരു സെക്കൻഡിൽ എത്ര ലിക്വിഡ് കടന്നു പോകുന്നു, അതാണ് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ. അതാണ് ഒരിക്കൽ ഇക്വേഷൻ ആണ് A1A2 into root of 2GH divided by A1 square minus A2 square. ഡെറിവേഷൻ ഉണ്ട്, നോക്കുക. ഡെറിവേഷൻ പറയാൻ സമയമില്ല, ജസ്റ്റ് നോക്കത്. നിങ്ങൾ വിട്ടിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ. വെലോസിറ്റി ഫ്ലെക്സ്. വെലോസിറ്റി ഫ്ലെക്സിൽ 3 ഇക്വേഷൻ ഉണ്ട്. ക്ലോസ്ഡ് ടാങ്ക് ആണെങ്കിൽ റൂട്ട് ഓഫ് 2 into P minus PA divided by rho plus 2GH. അടുത്ത റോഗർ പ്രൊപ്പോർഷൻ ആണ്. ഈ ടേം കളയുക, അത്രേ ഉള്ളൂ. ഓപ്പൺ ടാങ്ക് ആണെങ്കിൽ എന്താ? ഈ ടേം പോകും, റൂട്ട് ഓഫ് 2GH. അതായത് ഇമ്പോർട്ടന്റ് ഓപ്പൺ ടാങ്ക് ആണ് ചോദിച്ചുള്ളത്. ഇനി അവിടെ നിന്നാണ് ടോറിസെല്ലി തിയറം പറഞ്ഞത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ടോറിസെല്ലി തിയറം. എന്താ ടോറിസെല്ലി തിയറം പറഞ്ഞത്? ഇത്രയേ ഉള്ളൂ. വെലോസിറ്റി ഫ്ലെക്സ് is equal to velocity of freely falling body. ഫ്രീലി ഫോളിംഗ് ബോഡി വെലോസിറ്റി എങ്ങനെ കാണുന്നത്? റൂട്ട് ഓഫ് 2GH. വെലോസിറ്റി ഫ്ലെക്സ് ഫോർ ഓപ്പൺ ടാങ്ക് എങ്ങനെ കാണുന്നത്? റൂട്ട് ഓഫ് 2GH. ഇത് രണ്ട് ഈക്വൽ ആണെന്ന് ആര് പറഞ്ഞു? ടോറിസെല്ലി പറഞ്ഞു. ആണെന്ന് പറഞ്ഞു ടോറിസെല്ലി തിയറം. വെലോസിറ്റി ഫ്ലെക്സ് ഓഫ് ഓപ്പൺ ടാങ്ക് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ഫ്രീലി ഫോളിംഗ് ബോഡി. അപ്പം ബെർണോളിസ് തിയറം തീർന്നു. പിന്നെയുള്ള വിസ്കോസിറ്റിയാണ്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ലിക്വിഡ്, ഒരു ഒബ്ജക്റ്റ് ലിക്വിഡിൽ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയും. ആ പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇനി അവിടെ നമുക്ക് എന്തൊക്കെ അറിയേണ്ടത്? ഒന്ന് ന്യൂട്ടൺസ് ഫോർമുല. ഇക്വേഷൻ മാത്രം പറഞ്ഞാൽ ന്യൂട്ടൺസ് ഫോർമുല ഫോർ വിസ്കസ് ഫോഴ്സ് എങ്ങനെ കാണും? ഈറ്റ എ dv by dx. ഈറ്റ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, എ ഏരിയ, dv by dx നെ പറഞ്ഞ പേര് വെലോസിറ്റി ഗ്രേഡിയന്റ്. അല്ല, ഈറ്റയുടെ ഡയമെൻഷൻ പഠിച്ചു വയ്ക്കുക. ml⁻⁻1 t⁻⁻1. ഈറ്റയുടെ യൂണിറ്റ് 2 യൂണിറ്റ് ഉണ്ട്. ന്യൂട്ടൺ സെക്കൻഡ് m⁻⁻2 അതൊരു യൂണിറ്റ് ഉണ്ട്. പക്ഷെ അതങ്ങനെ ചോദിക്കാറില്ല. ഈ യൂണിറ്റ് ചോദിക്കാറുണ്ട്. പോയിസുള്ളി PL. ഇങ്ങനെയാണോ പ്രൊനൗൺസ് അറിയില്ല, സ്പെല്ലിംഗ് കറക്റ്റ് ഓർത്തിരിക്കുക. PL. അടുത്ത് സ്റ്റോക്സ് ഫോർമുല F is equal to 6/η/RB. സ്റ്റോക്സ് ഫോർമുല പറയുന്നത് ഒരു സ്പെറിക്കൽ ബോഡി സ്പെറിക്കൽ ആയിരിക്കണേ. സ്പെറിക്കൽ ബോഡി ഒരു ലിക്വിഡിൽ വന്ന് പതിക്കുമ്പോൾ ലിക്വിഡ് ആ ബോഡി ഒരു ഫോഴ്സ് കൊടുക്കും, വിസ്കസ് ഫോഴ്സ് അപ്ലൈ ചെയ്യും. ആ ഫോഴ്സ് ആണ് 6/η/RB എന്ന് പറഞ്ഞത്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഈ ചാപ്റ്ററിലെ ഏറ്റവും ടോപ്പ് ക്വസ്റ്റ്യൻ ആണ് ടെർമിനൽ വെലോസിറ്റി. ഡെറിവേഷൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. എന്താണ് ടെർമിനൽ വെലോസിറ്റി എന്ന് ചോദിച്ചാൽ, ഒരു ബോഡി, ഒരു സ്പെറിക്കൽ ബോഡി, അതായത് ബോഡി ഫ്രീലി ഫോളിംഗ് ആണ്. ആ ബോഡി കിട്ടാവുന്ന മാക്സിമം വെലോസിറ്റി പറഞ്ഞ പേരാണ് ടെർമിനൽ വെലോസിറ്റി. ഇറ്റ് ഈസ് ദ മാക്സിമം യൂണിഫോം വെലോസിറ്റി അറ്റൈൻഡ് ബൈ എ ഫ്രീലി ഫോളിംഗ് ബോഡി. എന്താ ഇക്വേഷൻ ഉണ്ട്? Vt is equal to r²g into sigma minus o divided by 9η. ഇക്വേഷൻ കാണാൻ പഠിച്ചേ പറ്റൂ. കാരണം നമ്മൾ ഡെറിവേഷൻ ചോദിച്ചാൽ അതിന്റെ ബി പാർട്ട് ഉറപ്പായിട്ട് പ്രോബ്ലം ആയിരിക്കും. പ്രോബ്ലം എന്നാൽ A2 വന്നിരിക്കും, എല്ലാം വന്നിരിക്കും. ഈ വാല്യൂ ഒന്നും ജസ്റ്റ് എടുത്ത് കൊടുത്താൽ മാത്രം മതി. അവിടെ ഡൗട്ടിന് ചാൻസ് ഉള്ളത് 2 ഡെൻസിറ്റി ഉണ്ട്, സിഗ്മയും റോയും. സിഗ്മ ബോഡിയുടെ ഡെൻസിറ്റി, റോ ലിക്വിഡിന്റെ ഡെൻസിറ്റി. വേറെ എളുപ്പമാർഗമുണ്ട്. കൂടിയ വാല്യൂ ആണ് സിഗ്മ എന്ന് ഓർത്താൽ മതി. അത് വലിയ വലിയ ഏതാണോ അതാണ് സിഗ്മ, ചെറിയ വലിയ എന്താണ്? റോ. ആ ഗ്രാഫാണ്. ആദ്യത്തെ വെലോസിറ്റി കൂടിയാ പോകുന്നത്. ഏതൊരു പോയിന്റ് ആകുമ്പോൾ എന്താവും?
വെലോസിറ്റി കോൺസ്റ്റന്റ് ആവും മാക്സിമം. ആ കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മള് ലിക്വിഡിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടിയ വിസ്കോസിറ്റി കുറയും. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതുപോലെ ഗ്യാസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടിയ വിസ്കോസിറ്റി കൂടും. സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഓർത്തിരിക്കുക, സർഫസ് ടെൻഷൻ ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ഈസ്റ്റ് മൈനസ് 1. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എം ടി റൈസ് ടു മൈനസ് 2. ഇനി സർഫസ് ടെൻഷൻ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അതിന്റെ എഫക്ട്സ് എന്നു ചോദിച്ചാൽ, സർഫസ് ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് ലിക്വിഡ് സർഫസ് ഇലാസ്റ്റിക് മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യുന്നത്. അതുപോലെ സർഫസ് ടെൻഷൻ വേറൊരു പ്രത്യേകത, ഏരിയ റെഡ്യൂസ് ചെയ്യാൻ നോക്കും. ടെൻഡൻസി ടു റെഡ്യൂസ് സർഫസ് ഏരിയ. ഇനി സ്മോൾ ഡ്രോപ്പ് ഒക്കെ സ്പെറിക്കലായി കാണപ്പെടുന്നു. എന്താ റീസൺ? സർഫസ് ടെൻഷൻ. വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്, ലാർജ് ഡ്രോപ്പ് എന്താണ്? എലിപ്റ്റിക്കലാണ്. അവിടെ പറയാൻ കാണുന്ന പറഞ്ഞാൽ എലിപ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. റീസൺ, ലാർജ് ഡ്രോപ്പ് വരുമ്പോൾ സർഫസ് ടെൻഷൻ കുറവായിരിക്കും. അവിടെ കൂടുന്നത് നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയാണ് യഥാർത്ഥത്തിൽ ഷേപ്പ് തീരുമാനിക്കുന്നത്. ഈ പൊട്ടൻഷ്യൽ രണ്ട് രീതിയിലാണ് കിട്ടുന്നത്, ഡ്യൂ ടു സർഫസ് ടെൻഷൻ, ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അപ്പൊ ഈ ലാർജ് ഡ്രോപ്പ് വരുമ്പോഴേക്കും അവിടെ സർഫസ് ടെൻഷൻ കൊണ്ടുള്ള പൊട്ടൻഷ്യൽ എനർജി കുറവായിരിക്കും. അവിടെ കൂടുതൽ സർഫസ് ടെൻഷൻ കൊടുക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അതുകൊണ്ടാണ് അവിടെ എലിപ്റ്റിക്കൽ ഷേപ്പ് വരുന്നത്. പിന്നെ സർഫസ് എനർജി, ഇറ്റ് ഇസ് എ പൊട്ടൻഷ്യൽ എനർജി പെർ ഏരിയ. ഇതിങ്ങനെയും കാണാം, വർക്ക് ഡൺ ഡിവൈഡ് ബൈ ഇൻക്രീസ് ഏരിയ എന്നും കാണാം. സർഫസ് ടെൻഷനും സർഫസ് എനർജിയും ന്യൂമറിക്കലി ഈക്വൽ ആണ്. ഈ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആണ്. അതായത് നമ്മളൊരു സോളിഡ് സർഫസിനെ ലിക്വിഡിലേക്ക് എന്ത് ചെയ്യുന്നു? മുക്കി വയ്ക്കുന്നു. ആ മുക്കി വയ്ക്കുമ്പോൾ ആ ലിക്വിഡുമായി കോണ്ടാക്ട് ഉള്ള സ്ഥലത്ത് കർവ്ഡ് ആയിരിക്കും, കോൺകേവോ കോൺവെക്സോ ആയിരിക്കും. അപ്പൊ ഈ ആംഗിളിനെ പറയുന്നതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഡെഫിനിഷൻ പറഞ്ഞ ടാൻജന്റിനും സോളിഡ് സർഫസിനും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. നമ്മൾ മുക്കി വയ്ക്കുന്നത് ഗ്ലാസിനെ വെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ലിക്വിഡ് ആണെങ്കിൽ, എക്സാമ്പിൾ ആയിട്ട് വാട്ടർ ആണെങ്കിൽ അവിടെ കോൺകേവ് ആയിരിക്കും, അക്യൂട്ട് ആയിരിക്കും ആംഗിൾ. ഇനി ഗ്ലാസിനെ വെറ്റ് ചെയ്യിപ്പിക്കുന്ന ലിക്വിഡ് ആണെങ്കിൽ, മെർക്കുറി ആണെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് അവിടെ എന്ന് പറഞ്ഞാൽ ഒപ്റ്റ്യൂസ് ആയിരിക്കും. ആംഗിൾ എന്ന് ഒപ്റ്റ്യൂസ് ആണ്, കോൺവെക്സ് ആണ്, മെനിസ്കസ്. പിന്നെ അവിടെ അറിയേണ്ടത്, പ്യുവർ വാട്ടർ ആണെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് 0യും മെർക്കുറി ആണെങ്കിൽ അറൌണ്ട് 140 ആണ്. എക്സസ് പ്രഷറിൽ നിങ്ങൾ 3 ഇക്വേഷൻ ഡെറിവേഷൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നോക്കണം. അതിൽ 3 ഡെറിവേഷൻ പറയുന്നുണ്ട്. ഒന്ന്, ഇൻസൈഡ് എ ഡ്രോപ്പ് ആണെങ്കിൽ 2s/r, ഇൻസൈഡ് എ ബബിൾ ഇൻ വാക്യൂം ഓർ എയർ ആണെങ്കിൽ 4s/r, ബബിൾ ഇൻസൈഡ് ലിക്വിഡ് ആണെങ്കിൽ 2s/r. അത്രേ ഉള്ളൂ ആ എക്സസ് പ്രഷർ ഉള്ളത്. ആ ഡെറിവേഷൻ മാത്രമേ ഉള്ളൂ. ക്യാപിലർ റൈസ് ഡെറിവേഷൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ടെർമിനൽ വെലോസിറ്റി പോലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ് ക്യാപിലർ റൈസ്. h ഈക്വൽ ടു 2s cos theta by r rho g. ഫോർ വാട്ടർ ആണെങ്കിൽ തീറ്റ 0, അപ്പൊ cos 0 1 ആയിട്ട് പോകും, ബാക്കി എത്ര 2s by r rho g എന്ന് കിട്ടും. അപ്പൊ ഇത്രയാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിലുള്ളത്.